കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം കുറേ പ്രധാനപ്പെട്ട ഫങ്ഷൻസും അതിൻ്റെ ഡൊമൈൻ, റേഞ്ച്, ഗ്രാഫ് എല്ലാം നിങ്ങൾ വ്യത്യസ്ത ചാപ്റ്ററുകളിലായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഫങ്ഷൻസിൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഫങ്ഷൻസിനെ രണ്ടായിട്ട് തരംതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം, ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളിലൂടെ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ഫംഗ്ഷൻ എടുത്തിരിക്കുന്നു. എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷനാണ് എഫ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എനെ നമുക്ക് ഡൊമൈൻ എന്നും ബിനെ കോ ഡൊമൈൻ എന്നും വിളിക്കാം. ഇനി ഇവിടെ കണക്ട് ചെയ്യുന്നത് 1നെ 5ലേക്കാണ് എഫ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് 5 ആണ്. അപ്പോൾ നമ്മൾ 5ന് 1ന്റെ ഇമേജ് എന്ന് പറയാറുണ്ട്. തിരിച്ചു പറയുകയാണെങ്കിൽ 5ന്റെ പ്രീ ഇമേജ് ആണ് 1. അതേപോലെ 2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് അല്ലെങ്കിൽ 2ന്റെ ഇമേജ് 6 ആണ്. 3ന്റെ ഇമേജ് 7, 4ന്റെ ഇമേജ് 7 തന്നെ. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് അറിയാം. ഇനി ഇതിൽ തന്നെ ഈ ഇമേജുകളുടെ സെറ്റിനെ നമ്മൾ റേഞ്ച് എന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് 5, 6, 7 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് ബി ആണ്, കോഡൊമൈൻ തന്നെ. അപ്പൊ എപ്പോഴും റേഞ്ച് കോഡൊമൈന് ഈക്വൽ ആവണമെന്നില്ല, എപ്പോഴും സബ്സെറ്റ് ആയിരിക്കും. ചില കേസിലൊക്കെ ഈക്വൽ ആയിട്ടും വരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ആ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഇനി മറ്റൊരു വസ്തുത, ഒരു ഫംഗ്ഷന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് റിലേഷന്റെ സ്പെഷ്യൽ കേസ് ആയിട്ടാണ് പഠിച്ചത്. അത് രണ്ട് പ്രധാന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ ആയിരുന്നു നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയായിരുന്ന കണ്ടീഷൻസ്? ഒന്ന്, ഡൊമൈനിലുള്ള എല്ലാ പോയിന്റുകൾക്കും കോ ഡൊമൈനിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ടായിരിക്കണം, എല്ലാ പോയിന്റുകൾക്കും ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഡൊമൈനിലുള്ള ഒരു എലമെന്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് വരാനും പാടില്ല. ഒറ്റ ഇമേജ്, 1 ആൻഡ് ഓൺലി 1 ഇമേജ് മാത്രമേ കോ ഡൊമൈനിൽ വരാൻ പാടൂ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ ആയിരുന്നു നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം എയിലുള്ള 4 എലമെന്റ്സിനും ഇവിടെ ഇമേജസ് ഉണ്ട്. കൂടാതെ എയിലെ ഏത് എലമെന്റ് എടുത്തു നോക്കിയാലും ഒറ്റ ഇമേജ് മാത്രമേ അതിനുള്ളൂ. ഇപ്പൊ 1ന്റെ ഇമേജ് 5 മാത്രമാണ്, 2ന്റെ ഇമേജ് 6 മാത്രം, 3ന്റെ ഇമേജ് 7, 4ന്റെ ഇമേജും 7 തന്നെ. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ്, ആ ഡെഫിനേഷൻ പ്രകാരം മനസ്സിലായി. ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. അപ്പൊ എന്താണ് ഇൻവേഴ്സ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കൂ. ഇവിടെ എഫ് ചെയ്യുന്നത് 1നെ 5ലേക്ക് കണക്ട് ചെയ്യാണ്. അങ്ങനെയാണ് തിരിച്ച് 5നെ 1ലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനെ കുറിച്ച് ആലോചിക്കാം. അതേപോലെ 2നെ 6ലേക്ക് എഫ് കണക്ട് ചെയ്യുന്നു, തിരിച്ച് 6നെ 2ലേക്ക് കണക്ട് ചെയ്യുന്ന റിലേഷൻ. അതേപോലെ 7നെ 3ലേക്കും 7നെ 4ലേക്കും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ. എന്ന് പറഞ്ഞാൽ എനെ ബിയിലേക്കാണ് ഒരു റിലേഷൻ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് റിലേഷൻ ചെയ്യുന്നത് ബിനെ എയിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എ ബി ആറിൽ വരുമ്പോഴൊക്കെ ബി എ എന്നുള്ള ഓർഡേഡ് പെയർ അതിന്റെ ഇൻവേഴ്സിൽ വരും. അപ്പൊ അങ്ങനെയുള്ള പെയറുകൾ ചേർത്തെഴുതുന്ന റിലേഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുക. അപ്പൊ നമുക്ക് ഇവിടെ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷൻ ഒന്ന് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ഇൻവേഴ്സ് റിലേഷൻ ബിയിൽ നിന്ന് എയിലേക്കാണ് ഡിഫൈൻ ചെയ്തത്, തിരിച്ചാ. അപ്പോൾ ആ റിലേഷൻ ചെയ്തിട്ടുള്ളത് 5നെ 1ലേക്ക് കണക്ട് ചെയ്തു. അതിന്റെ കാരണം കൂടി ആലോചിച്ച് നോക്കൂ. എഫ് 1നെ 5ലേക്ക്, അപ്പൊ അതിന്റെ ഇൻവേഴ്സ് റിലേഷൻ 5നെ 1ലേക്ക്. അതേപോലെ 6നെ 2ലേക്ക്, 7നെ 3ലേക്കും 4ലേക്കും കണക്ട് ചെയ്തു. അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം, എഫ് 3നെയും 4നെയും 7ലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് റിലേഷൻ 7നെ 3ലേക്കും 4ലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ആരോ ഡയഗ്രം ഉപയോഗിച്ച് വരച്ച ഈ ഒരു റിലേഷൻ, ഇൻവേഴ്സ് റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ റിലേഷൻ ഫംഗ്ഷന്റെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ പോയിന്റുകൾക്കും കറസ്പോണ്ടിങ് എലമെന്റ്സ് കോഡൊമൈനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് കറക്റ്റാ, കാരണം ബിയിലുള്ള 3 എലമെന്റ്സിനും നമുക്കിവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഉണ്ട്, എല്ലാത്തിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത്, ഓരോ എലമെന്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് വരാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. അത് ഇവിടെ കറക്റ്റ് ആണോ നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, 5ന് കുഴപ്പമില്ല, ഇമേജ് 1 ഉള്ളൂ, 6നെ 2ലേക്ക്. പക്ഷെ 7നെ നമ്മൾ 2 എലമെന്റുകളിലേക്ക് കണക്ട് ചെയ്തു, 3ലേക്കും 4ലേക്കും. അതുകൊണ്ട് തന്നെ ഈ ഇൻവേഴ്സ് റിലേഷൻ ഫംഗ്ഷൻ അല്ല എന്ന് മനസ്സിലായി.
അപ്പൊ നോക്കൂ, നമ്മൾ ഡിഫൈൻ ചെയ്ത എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷൻ ഫംഗ്ഷൻ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ കാരണം ഇൻവേഴ്സ് റിലേഷനിൽ 7ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇമേജസ് വന്നു എന്നുള്ളതാണ്. അത് എഫിന്റെ ഏത് പ്രത്യേകതയാണ് ഇങ്ങനെ 2 ഇമേജിലേക്ക് കണക്ട് ചെയ്യാൻ കാരണം നോക്കാം. അപ്പൊ അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, എഫ് ചെയ്തത് 3നെയും 4നെയും 7ലേക്ക് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 3, 4 എന്നുള്ള 2 വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജ് സെയിം ആയിട്ട് വന്നു. ആ കാരണം കൊണ്ടാണ് നമ്മൾ അതിന്റെ ഇൻവേഴ്സ് എഴുതിയ സമയത്ത് 7ന് 2 ഇമേജ് വരാൻ കാരണം. അപ്പൊ നമുക്ക് ഒരു വസ്തുത മനസ്സിലായി. അതായത് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമൈനിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജ് സെയിം ആവരുത്, അതും വ്യത്യസ്തമായിരിക്കണം. അപ്പൊ ഇവിടെ സംഭവിച്ചതാ, ഡൊമൈനിലുള്ള 3ന്റെയും 4ന്റെയും ഇമേജ് സെയിം ആയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻവേഴ്സ് റിലേഷൻ എഴുതിയപ്പോൾ ഫംഗ്ഷൻ ആയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഒരു കണ്ടീഷൻ കിട്ടി നമുക്ക്. അതായത് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷൻ കൂടി ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമൈനിലെ വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജും വ്യത്യസ്തമായിരിക്കണം എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സി എന്നുള്ള സെറ്റിൽ നിന്ന് ഡി എന്നുള്ള സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്ത റിലേഷനാണ് ജി. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുത്തെ പ്രശ്നം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വ്യത്യസ്ത എലമെന്റുകളുടെ ഒക്കെ ഇമേജ് വ്യത്യസ്തമാണ്. ഇപ്പൊ 3ന്റെ ഇമേജ് 7, 4ന്റെ 8, 5ന്റെ 9 ആണ്. അപ്പോൾ വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജ് ഒന്നും സെയിം ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷൻ ഒന്ന് നോക്കാം. അപ്പൊ അതിതാണ് വരിക, ഡിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എല്ലാ എലമെന്റുകൾക്കും കറസ്പോണ്ടിങ് എലമെന്റ്സ് ഉണ്ടാവണമെന്നാണ്. അതിവിടെ തെറ്റി, 10ന് ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ് ഇല്ല. രണ്ടാമത്തെ കാര്യം കുഴപ്പമില്ല, എല്ലാ എലമെന്റുകൾക്കും ഒറ്റ ഇമേജേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ കാര്യം തന്നെ തെറ്റി, അതായത് 10ന് ഇവിടെ എലമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഫംഗ്ഷൻ അല്ല, നോട്ട് എ ഫംഗ്ഷൻ എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ജിന്റെ ഇൻവേഴ്സ് റിലേഷൻ ഫംഗ്ഷൻ ആവാതിരുന്നതെന്ന് ജിന്റെ കണ്ടീഷൻ വെച്ചൊന്ന് ആലോചിച്ച് നോക്കാം. അത് വേറൊന്നുമല്ല, 10ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എലമെന്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ 10 ഡൊമൈനിലുള്ള ഒരു എലമെന്റിന്റെ ഇമേജ് അല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം 10ന് പ്രീ ഇമേജ് ഇല്ല. അപ്പൊ നമ്മൾ ഈ 2 കാര്യം ചേർത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് റിലേഷനും ഫംഗ്ഷൻ ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് മനസ്സിലായി. ഒന്ന്, ഡൊമൈനിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ഒക്കെ ഇമേജും വ്യത്യസ്തമാവണം, സെയിം ആവരുത്. മറ്റൊന്ന്, കോഡൊമൈനിലുള്ള എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് വരണം ഡൊമൈനിൽ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ അതാ തെറ്റിയത്. അപ്പൊ അത് മറ്റൊരു രീതിയിലും കൂടി വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ജിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 7, 8, 9 എന്നുള്ള സെറ്റാണ് വരിക. അത് കോഡൊമൈന് ഈക്വൽ അല്ല, കാരണം 10 റേഞ്ചിൽ വരില്ല. അപ്പൊ നമുക്ക്, പക്ഷെ ഇവിടെ അത് കറക്റ്റ് ആയിരുന്നു, റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരുന്നു. അപ്പൊ ഇവിടെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് 10 ഔട്ട് ആയത്. അപ്പൊ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് ഇല്ല. അപ്പൊ തിരിച്ചു പറയുമ്പോൾ 10ന് എലിമെന്റ് ഇല്ലാതെ വന്നു. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം വേറെ രീതിയിലും കൂടി പറയാം. അതായത് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആയാൽ മാത്രമാണ് അതിന്റെ ഇൻവേഴ്സ് റിലേഷനും ഫംഗ്ഷൻ ആവും. അപ്പോൾ 2 കണ്ടീഷൻസ്, അതായത് എയിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജും വ്യത്യസ്തമായിരിക്കണം, അതുകൂടാതെ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ചും ആവണം, അല്ലെങ്കിൽ കോഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും ഡൊമൈനിൽ പ്രീ ഇമേജ് ഉണ്ടാവണം, അല്ലെങ്കിൽ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ. അപ്പൊ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷനും ഫംഗ്ഷൻ ആവുമെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. അടുത്തത് ഒരു ഫംഗ്ഷൻ എടുത്തു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, എയിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ഒക്കെ ഇമേജ് വ്യത്യസ്തമാണ്. കൂടാതെ ബി ആണ് അതിന്റെ കോഡൊമൈൻ. ബിയിലുള്ള എല്ലാ എലമെന്റുകൾക്കും എയില് പ്രീ ഇമേജും ഉണ്ട്, ഒന്നുപോലും ഒഴിവായി പോയിട്ടില്ല. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷൻ നോക്കൂ, 7ന് 3ലേക്ക്, 8ന് 4ലേക്ക്, 9ന് 5ലേക്ക്. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ് മനസ്സിലായി. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയാം. അതായത് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷനും ഫംഗ്ഷൻ ആയിട്ട് മാറണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഇൻ എ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ ബി എന്ന് കണ്ടു. രണ്ടാമത്തത്, എവരി എലമെന്റ്സ് ഇൻ ബി ഹാവ് അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് ഇൻ എ. ഓർ അത് നമുക്ക് ഇങ്ങനെ പറയാം, റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആയിരിക്കണം.
അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷൻസ് മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് റിലേഷൻ മാത്രമേ ഫങ്ഷൻ ആവുമെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഒരു ഫങ്ഷന്റെ ഇൻവേഴ്സ് റിലേഷനും ഫങ്ഷൻ ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് വേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോ ഇത് നമ്മൾ നേരത്തെ കണ്ടു ഫംഗ്ഷന് രണ്ടായിട്ട് തരംതിരിക്കുന്ന സാഹചര്യം എന്താന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. അപ്പൊ ഇതില് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈപ്പ് ഫംഗ്ഷൻസിന്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഇൻ എ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ ബി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ വൺ വൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ പറയാം. അപ്പൊ ഒരു ഫംഗ്ഷൻ വൺ വൺ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമൈനിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന്റെ ഇമേജും ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് തന്നെയായിരിക്കണം. അപ്പോൾ സെയിം ആവരുത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ കണ്ടു, റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ, അല്ലെങ്കിൽ കോഡൊമൈനിലെ ഏത് എലമെന്റ് എടുത്താലും കുറഞ്ഞത് ഒരു എലമെന്റ് എങ്കിലും പ്രീ ഇമേജ് ആയിട്ട് ഡൊമൈനിൽ വരണം. അതാണ് എവറി എലമെന്റ്സ് ഇൻ ബി ഹാവ് അറ്റ്ലീസ്റ്റ് വൺ പ്രീ ഇമേജ് ഇൻ എ. അപ്പൊ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആയിരിക്കണം. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇതാണ് ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്, ഫംഗ്ഷൻസിനെ വൺ വൺ ഫംഗ്ഷൻസ് അതേപോലെ ഓൺ ടു ഫംഗ്ഷൻസ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് വൺ വൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ ഓൺ ടു ഫംഗ്ഷൻ എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് റിലേഷനും ഫംഗ്ഷൻ ആവണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ വൺ വൺ ഫംഗ്ഷനും ആയിരിക്കണം, ഓൺ ടു ഫംഗ്ഷനും ആയിരിക്കണം. അപ്പൊ ഒരു ഫംഗ്ഷൻ വൺ വണും ഓൺ ടു ആവുമ്പോൾ മാത്രമാണ് അതിന്റെ ഇൻവേഴ്സ് റിലേഷനും ഫംഗ്ഷൻ ആയിട്ട് മാറുക. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ വൺ വൺ ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയും. അപ്പൊ നമുക്ക് അടുത്ത കേസിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതിന്റെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഫംഗ്ഷനും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം, അതിന് ഫോർമൽ ആയിട്ടുള്ള ഡെഫിനിഷനും കൂടി കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് വൺ വൺ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ വൺ വൺ ഫംഗ്ഷൻ നേരത്തെ കണ്ടു, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് അതിന് പറയാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്ക്, എഫ് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്ത. അപ്പൊ ഇത് വൺ വൺ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തു. അപ്പൊ നോക്കുക, വൺ വൺ ആണെന്ന് ചെക്ക് ചെയ്യാൻ എയിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജ് വ്യത്യസ്തമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം എയിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് 3, 4, 5 ഈ മൂന്ന് എലമെന്റുകളുടെ ഇമേജ് ഡിഫറെന്റ് ആണ്, കാരണം സെയിം എലമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ നമ്മുടെ എഫ് വൺ വൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി ജി നോക്കൂ, ജി സിയിൽ നിന്ന് ഡിയിലേക്ക് മാപ്പ് ചെയ്തതാ. അപ്പോൾ സിയിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജ് വ്യത്യസ്തമാണോ നോക്കുക. വ്യത്യസ്തമായിട്ട് വന്നാൽ വൺ വൺ ആയി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2ഉം 3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് 6 ആണ്, രണ്ടിന്റെ ഇമേജ് സെയിം ആണ്. അപ്പോൾ എഫ് ഓഫ് 2 ഈക്വൽ ടു എഫ് ഓഫ് 3 ഈക്വൽ ടു 6 എന്ന് വന്നു. ദാറ്റ് മീൻസ് ഇത് വൺ വൺ ഫംഗ്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു മെനി വൺ ഫംഗ്ഷൻ നമുക്ക് പറയാം. അപ്പൊ അതിന്റെ കാരണമായി എഫ് ഓഫ് 2 ഈക്വൽ ടു എഫ് ഓഫ് 3 ഈക്വൽ ടു 6 ആണ്, രണ്ട് എലമെന്റുകളുടെ ഇമേജ് സെയിം ആണ്. അപ്പൊ ഇതിനെ നമ്മൾ മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ വൺ വൺ അല്ലാത്ത ഫംഗ്ഷനെയാണ് നമ്മൾ മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പൊ വൺ വൺ ഫംഗ്ഷന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യത്തിന് നമുക്ക് ഫോർമൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കാം, ജനറലൈസ് ചെയ്യാം. അപ്പൊ അതിന് ഈ വസ്തുതകൾ തന്നെ ഒന്ന് മനസ്സിലാക്കൂ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ എഫ് വൺ വൺ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ ഇപ്പോൾ 3, 4 എന്നുള്ള ഡിഫറെന്റ് എലമെന്റ്സ് എടുത്തു. അപ്പൊ എഫ് ഓഫ് 3യും എഫ് ഓഫ് 4ഉം ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 3 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 4 എന്ന് പറയാം. അതേപോലെ എഫ് ഓഫ് 4 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 5 എന്നും പറയാം. അപ്പൊ ഇവിടുന്ന് ഏത് രണ്ട് വ്യത്യസ്ത എലമെന്റുകൾ എടുത്താലും അതിന്റെ ഇമേജസും ഡിഫറെന്റ് ആണ്, ഈക്വൽ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ അത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എയിൽ നിന്ന് ഒരു x1ഉം x2 എന്നുള്ള രണ്ട് ഡിഫറെന്റ് എലമെന്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ x1 നോട്ട് ഈക്വൽ ടു x2. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2 ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്നതിന് നമുക്ക് വൺ വൺ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ചില ഐഡിയാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഫോർമൽ ഡെഫിനിഷൻ കൊടുക്കാം. അപ്പൊ ആ ഡെഫിനിഷനിലേക്ക് വരും. അപ്പൊ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ വൺ വൺ ആവാനുള്ള ഡെഫിനിഷനിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇഫ് ദി ഇമേജസ് ഓഫ് ഡിസ്റ്റിങ് എലമെന്റ്സ് ഓഫ് എ അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അതിന് വൺ വൺ എന്ന് പറയാം. അപ്പൊ അതിനെ കുറച്ചും കൂടി ഒന്ന് മാത്തമാറ്റിക്കൽ ആക്കുകയാണെങ്കിൽ ഫോർ എവരി x1 x2 ബിലോങ്സ് ടു എ x1 നോട്ട് ഈക്വൽ ടു x2 എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത എക്സുകൾ എന്ന് കാണിക്കാൻ x1 നോട്ട് ഈക്വൽ ടു x2. അപ്പൊ x1 നോട്ട് ഈക്വൽ ടു x2 ആവുമ്പോഴൊക്കെ
എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയിരിക്കണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇവിടെ കിട്ടി. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ആണെങ്കിൽ ഇമേജുകളും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അപ്പോൾ എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ആകുമ്പോഴൊക്കെ എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിന് നമുക്ക് വൺ വൺ ഫംഗ്ഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനേഷനിൽ വേറൊരു മാറ്റവും കൂടി നമുക്ക് വരുത്താം. അതിന് ഇപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്, എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ആകുമ്പോൾ എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലേ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആകുമ്പോൾ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആവണം. ആ രീതിയിലും അതിനെ പറയാം. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ വൺ വൺ ആവാനുള്ള കണ്ടീഷൻ ഈ രീതിയിലും പറയാം, if f of x1 equal to f of x2 then x1 equal to x2. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് വൺ വൺ എന്ന് പറയാം. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച റീസണിങ്ങിൽ പഠിച്ച കോൺട്രാപോസിറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് ആയിരുന്നല്ലോ. നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി. രണ്ടും സെയിം ആണ്, രണ്ടും ഈക്വലന്റ് ആണ്. അപ്പോൾ ഇത് പി എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു എന്നുള്ളത് പി ആയിട്ടും ഇത് ക്യൂ ആയിട്ട് എടുക്കുക. എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നുള്ളത് ക്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂവിന്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി എന്നാ. അപ്പോൾ രണ്ടാമത്തതിന്റെ നെഗേഷൻ, അപ്പൊ എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുവിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആവണം. ഇംപ്ലൈസ് ആദ്യത്തതിന്റെ നെഗേഷൻ, അപ്പൊ എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടുവിന്റെ നെഗേഷൻ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. അവ രണ്ടും ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒരു ഫംഗ്ഷൻ വൺ വൺ ആവാനുള്ള കണ്ടീഷൻ നമുക്ക് ഈ മൂന്ന് രീതിയിൽ പറയാം. അതായത് ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് എ ആർ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ആവുമ്പോഴൊക്കെ എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അതിന്റെ ഒരു കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആവണമെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ വൺ വൺ ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പൊ ഇതിൽ അവസാനത്തെ കണ്ടീഷൻ ഇതാണ്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുകയാണ് എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റിനെ ഈ രീതിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ വൺ വൺ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പമാണ്. ഒരു ഫംഗ്ഷൻ വൺ വൺ ആവണമെങ്കിൽ ഡൊമൈനിലെ വ്യത്യസ്ത എലമെന്റുകളുടെ എല്ലാം ഇമേജ് വ്യത്യസ്തമായിരിക്കണം. അപ്പൊ ഏതെങ്കിലും രണ്ട് എലമെന്റുകളുടെ ഇമേജ് സെയിം വന്നാൽ അത് വൺ വൺ അല്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻ നമുക്ക് മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് അടുത്തത് ഓൺ ടു ഫംഗ്ഷൻസിലേക്ക് പോകാം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻവേർട്ടിബിൾ ആവാം അല്ലെങ്കിൽ ഇൻവേഴ്സും ഫംഗ്ഷൻ ആവാനുള്ള രണ്ടാമത്തെ കണ്ടീഷൻ ആയിരുന്നു ഓൺ ടു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മൾ അത് പറഞ്ഞിരുന്നു. അതായത് കോഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആവുക. അപ്പൊ അതെല്ലാം ശരിയായി. അപ്പൊ അങ്ങനെ വരുന്നതിനായിരുന്നു നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഇവിടെ എഫ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഒരു ഫംഗ്ഷൻ തന്നെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പൊ നമ്മൾ ഓൺ ടു നോക്കുമ്പോൾ കോഡൊമൈൻ ആണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പൊ കോഡൊമൈനിൽ 3 എലമെന്റ്സ് ഉണ്ട്. ഈ 3 എലമെന്റ്സിനും കുറഞ്ഞത് ഒരു പ്രീ ഇമേജ് എങ്കിലും ഡൊമൈനിൽ ഉണ്ടോ നോക്കുക. അപ്പോൾ അത് കറക്റ്റാ. 5ന് 1 പ്രീ ഇമേജ് ഉണ്ട്, 6ന് 2 ഉണ്ട്, 7ന് 2 പ്രീ ഇമേജസ് ഉണ്ട്. അപ്പൊ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പൊ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ ഇതിന്റെ റേഞ്ചും കോഡൊമൈനും ഈക്വലും കൂടിയാണ്. അതുകൊണ്ടാണ് കോഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും ഇവിടെ കുറഞ്ഞത് ഒരു പ്രീ ഇമേജ് എങ്കിലും കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അതായത് എവരി എലമെന്റ് ഇൻ ബി ഹാവ് പ്രീ ഇമേജസ് ഇൻ എ ഓർ റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു കോഡൊമൈൻ ബി ആണ്. അങ്ങനെ കിട്ടി. അങ്ങനെയാണ് വേറൊരു എക്സാമ്പിൾ നോക്കാം. ജി എന്നുള്ള ഫംഗ്ഷൻ അത് സിയിൽ നിന്ന് ഡിയിലേക്ക് ഡിഫൈൻ ചെയ്തതാണ്. അപ്പൊ ഇത് ഓൺ ടു ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കോഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടോ നോക്കാം. അപ്പൊ 7ന്റെ പ്രീ ഇമേജ് ഉണ്ട് 3, 8ന്റെ പ്രീ ഇമേജ് 4, 9ന് 5, പക്ഷെ 10ന് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ കോഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് വേണം എന്നുള്ളത് ഇവിടെ തെറ്റിയല്ലോ. 10ന് മാത്രം പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഇത് ഓൺ ടു അല്ല. അപ്പൊ ഇവിടെ മറ്റൊരു വസ്തുത കൂടി മനസ്സിലാക്കാം, ഇതിന്റെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. അപ്പൊ നമുക്കിത് നോട്ട് ആൻ ഓൺ ടു ഫംഗ്ഷൻ എന്ന് കിട്ടി. അതിന്റെ റീസൺ 10 ഹാസ് നോ പ്രീ ഇമേജ് ഇൻ എ ആണ്. അപ്പൊ റേഞ്ച് ഈ കേസിൽ കോഡൊമൈനിന് ഈക്വലും അല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ 1-1 ചെയ്തതുപോലെ ഇതിന് നമുക്ക് ഫോർമൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കാം. അപ്പൊ അത് പല രീതിയിൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ കൊടുക്കാം, 1-1 കൊടുത്തതുപോലെ. അപ്പൊ ആദ്യം ഒരു രീതി നോക്കൂ. അപ്പൊ അത് ഓൺ ടു ആവണമെങ്കിൽ നമ്മൾ കണ്ടത് കോഡൊമൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിനിവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 എടുക്കുകയാണ് കോഡൊമൈനിൽ. അപ്പൊ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എലമെന്റ് ഉണ്ട് പ്രീ ഇമേജ് 1 സച്ച് ദാറ്റ് എഫ് ഓഫ് 1 ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പൊ 5ന്റെ പ്രീ ഇമേജ് 1 എയിലുണ്ട്, അത് 1 ആണ്. 6ന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ ഒരു
പ്രീ ഇമേജ് 2 ഉണ്ട്. അപ്പോൾ കോഡൊമൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡൊമൈനിൽ ഒരു പോയിന്റ് കാണാൻ പറ്റും. ആ ഡൊമൈനിലെ പോയിന്റിന്റെ ഇമേജ് ആയിരിക്കണം നമ്മുടെ കോഡൊമൈനിലെ പോയിന്റ്. അപ്പോൾ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് രണ്ടെണ്ണം ഉണ്ട്, 4ഉം 3ഉം. അപ്പൊ f(3)ഉം 7 ആണ്, f(4)ഉം 7 ആണ്. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവാനുള്ള ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം: കോഡൊമൈനിൽ ഒരു y എടുക്കുക. കാരണം സാധാരണ നമ്മൾ ഇമേജുകളെ y അല്ല എടുക്കാറ്. അപ്പോൾ കോഡൊമൈനിൽ ഏത് y എടുത്താലും ആ വൈകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എക്സ് കാണാൻ പറ്റണം ഡൊമൈനിൽ. അപ്പോൾ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്. അപ്പോൾ y = 5 എന്ന് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആണ് 1. അപ്പോൾ ഏത് y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് കാണാൻ പറ്റണം. സോ ദാറ്റ് f(x) = y ആയിരിക്കണം. അപ്പൊ ഇവിടെ f(1) = 5. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവാനുള്ള ഡെഫിനേഷൻ ഇങ്ങനെ പറയാം: കോഡൊമൈനിൽ ഏത് y എടുത്താലും, ഏത് y എന്നുള്ളൊരു എലമെന്റ് എടുത്താലും വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞത് ഒരു എക്സ് എങ്കിലും നമുക്ക് എയിൽ കാണാൻ പറ്റണം ഡൊമൈനിൽ, സച്ച് ദാറ്റ് f(x) = y ആയിരിക്കണം. അപ്പൊ അങ്ങനെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷന് നമുക്ക് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. മറ്റൊരു രീതി പറഞ്ഞാൽ റേഞ്ച് = കോഡൊമൈൻ എന്ന് പറയാം. ഇനി ഏതെങ്കിലും ഒരു വൈക്ക് എക്സ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. അതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്. ഇപ്പൊ നമ്മൾ y = 10 എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ഇല്ല, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് കാണാൻ പറ്റില്ല. അപ്പൊ ഇത് ഓൺ ടു അല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഏത് y എടുത്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കിട്ടിയിരുന്നു. അങ്ങനെയാണ് അതിന്റെ ഫോർമൽ ഡെഫിനിഷനിലേക്ക് വരാം. എ ഫംഗ്ഷൻ f from a to b is said to be on to or surjective if നേരത്തെ പറഞ്ഞ തന്നെ every element of b is the image of some element of a under f എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ബിയിലുള്ള ഏത് എലമെന്റിനും പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പൊ ബിയിലുള്ള ഏത് എലമെന്റ് എടുത്താലും അത് എയിലുള്ള ഒരു എലമെന്റിന്റെ ഇമേജ് ആയിരിക്കണം. മറ്റു രീതി പറഞ്ഞാല് for every y belongs to b there exists an element x in a such that f(x) = y. അതാണ് നേരത്തെ പറഞ്ഞത്, ഏത് y എടുത്താലും നമുക്കൊരു എക്സ് എയിൽ കാണാൻ പറ്റണം, such that f(x) = y. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓൺ ടു ആവണമെങ്കിൽ റേഞ്ച് ഓഫ് f = b എന്ന് പറയാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് 1 അതേപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ എയിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജ് വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് 1 ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി റേഞ്ച് = കോഡൊമൈൻ തന്നെയാണെങ്കിൽ അതിനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. മറ്റൊരു രീതി പറഞ്ഞാൽ കോഡൊമൈനിലെ ഏത് എലമെന്റ് എടുത്താലും അതിന് പ്രീ ഇമേജ് എയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. അതാണ് നമ്മൾ ഏത് y എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് എയിൽ കാണാൻ പറ്റണം, സച്ച് ദാറ്റ് f(x) = y. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസ്, അതായത് 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇത് 1 ആണ്, ഓൺ ടു ആണ്. കാരണം എയിലുള്ള എല്ലാ എലമെന്റുകളുടെയും ഇമേജ് വ്യത്യസ്തമാണ്. കൂടാതെ റേഞ്ച് = കോഡൊമൈൻ ആണ്. അല്ലെങ്കിൽ മറ്റു രീതി പറഞ്ഞാൽ ബിയിലുള്ള ഏത് എലമെന്റ് എടുത്താലും ഇവിടെ പ്രീ ഇമേജസ് ഉണ്ട്. Therefore ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് റിലേഷനും ഫംഗ്ഷൻ ആവണമെങ്കിൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണമെന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എടുത്താലും അത് ഒരു ഫംഗ്ഷൻ തന്നെയാണ് വരിക. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ തന്നെയാണത്. ഇനി ഇവിടെ മറ്റൊരു വസ്തുത കൂടി മനസ്സിലായിക്കോളൂ. ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്ത ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലേ എഫ്. അപ്പൊ ഇങ്ങനെ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടപ്പോൾ രണ്ട് സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ അല്ലേ നോക്കൂ. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ് ആണ് എയും ബിയും എങ്കിൽ, അപ്പൊ എന്ന് ബിയിലേക്ക് നമുക്കൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ = നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ആയിരിക്കണം. അപ്പോൾ രണ്ട് ഫൈനൈറ്റ് സെറ്റുകൾ തമ്മിൽ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അതിന്റെ ഇടയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ രണ്ടിലെ എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അപ്പൊ ആ കാര്യങ്ങൾ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ രണ്ടായിട്ട് തരംതിരിച്ചത്, 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. അപ്പൊ ഇനി ഫോർമൽ ആയിട്ടൊരു ഡെഫിനേഷൻ ഇത്രയേ വേണ്ടൂ. എ ഫംഗ്ഷൻ f from a to b is said to be 1 and on to or bijective if both 1 and on to ആയിരിക്കണം. f 1 ആയിരിക്കണം, on to ആയിരിക്കണം എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടി മനസ്സിലാകാൻ വേണ്ടി 1-2 എക്സാമ്പിൾസും കൂടി നോക്കാം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ സിമ്പിൾ 1 ആണ്. a = സെറ്റ് 1 2 3 ൽ നിന്ന് b = സെറ്റ് 4 5 6 7ലേക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ആണ്. അത് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. 1 4 2 5 3 6 എന്നുള്ള പെയറുകൾ ഉൾപ്പെടുന്ന ഫംഗ്ഷൻ ആണ് f.
അപ്പൊ ഇത് 1 ആണോ ഓൺ ടു ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, എയിലുള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജും വ്യത്യസ്തമാണോ നോക്കിയാൽ മതി. ഇപ്പൊ 1ന്റെ ഇമേജ് 4 ആണ്, 2ന്റെ ഇമേജ് 5, 3ന്റെ ഇമേജ് 6. അപ്പോൾ എയിലെ എല്ലാ എലമെന്റുകളുടെയും ഇമേജ് വ്യത്യസ്തമാണെന്ന് ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു 1 ഫംഗ്ഷൻ ആണ്. ഇനി ഓൺ ടു ആണോ നോക്കുക. അപ്പോൾ ഓൺ ടു ആണെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പോൾ 4ന്റെ പ്രീ ഇമേജ് 1, 5ന്റെ പ്രീ ഇമേജ് 2, 6ന്റെ പ്രീ ഇമേജ് 3. പക്ഷെ 7ന് പ്രീ ഇമേജ് ഇല്ല എന്ന് മനസ്സിലാക്കുക. കാരണം 7നെ നമ്മൾ എയിൽ ഒരു എലമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ എഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് 4, 5, 6 ആണ്. അത് കോഡൊമൈൻ അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഓൺ ടു അല്ല. അപ്പൊ നമുക്ക് എഫ് ഈസ് നോട്ട് ഓൺ ടു എന്ന് പറയും. അതിന്റെ റീസൺ അറിയാം, 7ന് പ്രീ ഇമേജ് ഇല്ല, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ എന്ന് പറയാം. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ആണ്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. അപ്പൊ ഇത് 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഷോ ദാറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ നോക്കാം നമുക്ക്. അപ്പൊ അതിന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഇതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആരോ ഡയഗ്രം എടുക്കാം. അപ്പൊ അവിടെ ഒരു പ്രത്യേകത, n ഒരു ഇൻഫിനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ എല്ലാ എലമെന്റുകളെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആരോ ഡയഗ്രം വരയ്ക്കാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ആരോ ഡയഗ്രം എടുക്കാം. അപ്പൊ ആ കണക്ഷൻ എങ്ങനെയാന്ന് നോക്കൂ. ഇവിടെ കണ്ടീഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന. അപ്പൊ എഫ് ചെയ്യുന്നത് 1നെ 2ലേക്ക് കണക്ട് ചെയ്തു. കാരണം 1 2 × 1 2 ആണ്. 2നെ 4ലേക്ക് കണക്ട് ചെയ്യുന്നു, 3നെ 6ലേക്ക് കണക്ട് ചെയ്യുന്നു, 4നെ 8ലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ ആദ്യം നമുക്കിത് 1 ആണെന്നുള്ള കാര്യം ഇവിടെ നിന്ന് തന്നെ നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാ എലമെന്റുകളുടെയും ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇപ്പൊ 1ന്റെ ഇമേജ് 1, 2ന്റെ ഇമേജ് 4, 3ന്റെ 6, 4ന്റെ 8. ഇനി 5ന്റെ ആണെങ്കിൽ 10 ആ വരിക, 6ന്റെ ആണെങ്കിൽ 12 വരിക. അതിന്റെ ഡബിളിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് മനസ്സിലായി. ഇനി ഇത് ഓൺ ടു അല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് എല്ലാം എന്റെ ഡബിളിലേക്കല്ല മാപ്പ് ചെയ്യുന്നത്. 2, 4, 6, 8 ആണ് ഇതിന്റെ റേഞ്ചിൽ വരിക. അപ്പോൾ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനൊന്നും പ്രീ ഇമേജസ് കിട്ടില്ല. 1ന് പ്രീ ഇമേജ് ഇല്ല, 3ക്കും 5നൊന്നും പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഇതിന് ഓൺ ടു അല്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇത് 1 ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി, അപ്പൊ ഇത് 1 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമായിരുന്നു, ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഇത് 1 പ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ടത് നമുക്ക് ജനറൽ ആയിട്ട് തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് n എന്ന് പറയുന്നത് ഒരു ഇൻഫിനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ 1ന്റെ ഡെഫിനിഷൻ അതിൽ മൂന്നാമത് പറഞ്ഞത്. അപ്പൊ ഒരു ഫംഗ്ഷൻ 1 ആവണമെങ്കിൽ whenever f of x1 equal to f of x2, x1 equal to x2 എന്ന് കാണിച്ചു കൊടുത്താൽ മതി. ആ ഡെഫിനേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തു. എന്നിട്ട് നമുക്ക് x1 ഈക്വൽ ടു x2ലേക്ക് എത്താൻ പറ്റിയാൽ നമ്മുടെ ഫംഗ്ഷൻ 1 ആണെന്ന് പറയാം. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ, അപ്പൊ എഫ് ഓഫ് x 2x ആണ്. അപ്പൊ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ 2x1 എന്ന് എഴുതാം. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ 2x2 ആയിരിക്കും. അപ്പൊ 2x1 ഈക്വൽ ടു 2x2 എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പൊ നോക്കൂ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എക്സാക്ട്ലി ഈക്വൽ ടു x2ലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ 1 ആണെന്ന് നമുക്ക് ജനറൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ ഏത് x1 x2 എടുത്താലും എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആവുമ്പോൾ x1 ഈക്വൽ ടു x2 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണ്. ഇനി ഓൺ ടു അല്ല എന്ന് വേണ്ടു, റേഞ്ചും കോഡൊമൈനും ഡിഫറൻ്റ് ആണ്, ഈക്വൽ അല്ല. അപ്പോൾ അതിന് കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചു കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 1ന് പ്രീ ഇമേജ് ഇല്ല, അല്ലെങ്കിൽ 3ക്ക് ഇല്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോ അത് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ ആണ്. അപ്പൊ ആ ഒറ്റ കാരണം മതി ഇത് ഓൺ ടു അല്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് റേഞ്ച് ഓഫ് എഫ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. അപ്പോ ഫംഗ്ഷൻ നോട്ട് ഓൺ ടു എന്നായി. അപ്പൊ ശരിക്കും ഇവിടെ പ്രീ ഇമേജ് ഇല്ലാതെ പോകുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിലാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എങ്ങനെ 1 ഓൺ ടു എന്നുള്ള ചെക്ക് ചെയ്യുന്നുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അടുത്തത് ഒരേ ഫംഗ്ഷൻ തന്നെയാണ്,
അതിന്റെ ഇൻജക്ടിവിറ്റി സർജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1 1 on 2 എന്നുള്ള കാര്യമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സെയിം ഫംഗ്ഷൻ ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, പക്ഷെ രണ്ടും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത സെറ്റുകളിലാണ്. അപ്പൊ ആദ്യത്തത് n എന്ന് n-ലേക്കാണ് ഡിഫൈൻ ചെയ്തത്, രണ്ടാമത്തത് സെഡ് എന്ന സെറ്റിലേക്ക്, സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എന്ന് ഇൻഡിജേഴ്സിലേക്ക് തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണ്, ഇത് ഇൻഡിജേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം, അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ. അപ്പൊ ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതിന്റെ ആരോ ഡയഗ്രം ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ n എന്ന് n-ലേക്കാണ്, അപ്പൊ ആദ്യത്തെ സെറ്റിൽ n എടുത്തിട്ടുണ്ട്, ഇവിടെ n എടുത്തു. അപ്പൊ ഇതിന്റെ മാപ്പിംഗ് ഇങ്ങനെ വരിക, 1-നെ 1-ലേക്ക് 1 സ്ക്വയർ 1, 2-നെ 2 സ്ക്വയർ 4-ലേക്ക് മാപ്പ് ചെയ്യും, 3-നെ 9-ലേക്ക് മാപ്പ് ചെയ്യും. ഇനി 4-നെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് 16-ലേക്കായിരിക്കും, 5-നെ 25-ല്, അങ്ങനെയാണ് ഈ കണക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇത് 1 1 ആണെന്ന് മനസ്സിലാക്കുക. കാരണം 1-ന്റെയും 2-ന്റെയും ഇമേജ് ഡിഫറെന്റ് ആണ്, 3-ന്റെ ഇമേജ് ഡിഫറെന്റ് ആണ്, 4 വന്നാൽ 16 വരിക. അപ്പൊ ഇത് 1 1 ആണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുക. ഇനി on to അല്ല എന്ന് വളരെ വ്യക്തമാണ്, കാരണം ഇവിടെ കോഡൊമൈനിലെ എലമെന്റുകൾക്ക് എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ കുറെ എണ്ണം മിസ്സാവുന്ന കാണാം. 1-നെ 1-ലേക്ക് മാപ്പ് ചെയ്തു, 2-ന് ഇവിടെ പ്രീ ഇമേജ് ഇല്ല, 3-ക്കില്ല, 5-നില്ല, 6-നില്ല എന്ന് പറഞ്ഞാൽ ഈ എഫിന്റെ റേഞ്ചിൽ വരുന്നത് മുഴുവൻ അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് വരുന്നത് മുഴുവൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 1 4 9 16 25 എന്നുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അത് കോഡൊമൈനിന് ഈക്വൽ അല്ല. അപ്പോൾ നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യകൾക്കൊന്നും നമുക്ക് പ്രീ ഇമേജ് കിട്ടില്ല. അപ്പൊ ഇത് ഓൺ ടു അല്ല എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ഇതിന് കൃത്യമായിട്ട് എങ്ങനെയെന്ന് പറയാൻ നോക്കാം. അപ്പൊ ആദ്യം ഇത് 1 1 നമ്മൾ കണ്ടു, വ്യത്യസ്ത എലമെന്റുകളുടെ ഇമേജ് വ്യത്യസ്തമാണ്. അപ്പൊ ഇത് 1 1 ആയതുകൊണ്ട് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം, കാരണം ഒരു ഇൻഫിനൈറ്റ് സെറ്റിൽ ഡിഫൈൻ ചെയ്തതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് എക്സാക്ട്ലി കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് വരും, എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് എക്സ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, സാധാരണ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതും. പക്ഷെ ഇവിടെ നെഗറ്റീവ് വരില്ല, കാരണം ഇത് നാച്ചുറൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തതാണ്. എക്സ് വണ്ണും എക്സ് ടുവും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് വൺ സ്ക്വയർ ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ ആവണമെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് തന്നെ നമുക്ക് എഴുതാം. സാധാരണ സ്ക്വയർ വരുമ്പോൾ പ്ലസ് ഓർ മൈനസിന് സാധ്യതയുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല, കാരണം എക്സ് വണ്ണും എക്സ് ടുവും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിലാണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഇൻഡിജേഴ്സ് ആണ് മാത്രമേ വരൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു നമുക്ക് എത്താൻ പറ്റി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ 1 1 ആണെന്ന് മനസ്സിലായി. ഇനി ഓൺ ടു അല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ അതിന് നമുക്കൊരു എക്സാമ്പിളേ വേണ്ടു, അല്ലെങ്കിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സെറ്റ് ആണ്, അത് കോഡൊമൈനിന് ഈക്വൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഓൺ ടു അല്ല എന്ന് പറയാം. അപ്പൊ റേഞ്ച് ഓഫ് എഫ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ, therefore f is not on to എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. n എന്ന് n-ലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഫംഗ്ഷൻ 1 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല എന്ന് കിട്ടി. ഇനി ഈ സെയിം ഫംഗ്ഷൻ തന്നെ സെഡ് എന്ന സെഡിലേക്ക്, സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എന്ന് ഇൻഡിജേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോയും നമ്മുടെ നെഗറ്റീവ് ഇൻഡിജേഴ്സും കൂടി വരുമ്പോഴാണല്ലോ സെഡ് വരിക. അപ്പൊ അതിന്റെ ആരോ ഡയഗ്രം ഒന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ മാപ്പിംഗ് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇപ്പൊ നെഗറ്റീവ് 2-നെ നമ്മൾ അതിന്റെ സ്ക്വയർ 4-ലേക്ക് മാപ്പ് ചെയ്തു, 2-നെ നമ്മൾ 4-ലേക്ക് മാപ്പ് ചെയ്യും, കാരണം 2 സ്ക്വയർ 4 ആണ്. നെഗറ്റീവ് 1-നെ 1-ലേക്ക്, അതിന്റെ സ്ക്വയർ 1, 1-നെയും 1-ലേക്ക്, 0-ന്റെ സ്ക്വയർ 0. അപ്പൊ ഇങ്ങനെയാണ് മാപ്പിംഗ് പോവുക. ഇപ്പൊ 3-നെ നമ്മൾ 9-ലേക്ക് മാപ്പ് ചെയ്യും, നെഗറ്റീവ് 3-നെയും 9-ലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ ഈ മാപ്പിംഗ് തന്നെ വളരെ വ്യക്തമാണ് നമ്മുടെ ഫംഗ്ഷൻ 1 1 അല്ല എന്നുള്ളത്. കാരണം 2-ന്റെ നെഗറ്റീവ് 2-ന്റെ ഇമേജ് 4 ആണ്, 1-ന്റെ നെഗറ്റീവ് 1-ന്റെ ഇമേജ് 1 ആണ്, സെയിമാണ്. അതേപോലെ 3-ന്റെ നെഗറ്റീവ് 3-ന്റെ ഇമേജ് സെയിമാണ്, കാരണം പോസിറ്റീവിന്റെയും കറസ്പോണ്ടിങ് നെഗറ്റീവിന്റെയും സ്ക്വയർ ഈക്വൽ ആണല്ലോ. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ലായിരുന്നു, കാരണം നാച്ചുറൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സംഖ്യകൾ വന്നിരുന്നില്ല. അപ്പൊ ഇവിടെ നെഗറ്റീവ് കൂടി വന്നതോടുകൂടി നെഗറ്റീവിന്റെയും കറസ്പോണ്ടിങ് പോസിറ്റീവിന്റെയും സ്ക്വയർ സെയിം ആയി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് കിട്ടി. അപ്പൊ അതിന് നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ ഇനി വേണ്ടു, അല്ലാന്ന് കാണിക്കാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ മതി. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് -1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1-ന്റെയും -1-ന്റെയും ഇമേജ് സെയിം ആയതുകൊണ്ട് അത് 1 1 അല്ല എന്ന് കിട്ടി. ഇനി ഓൺ ടു അല്ല എന്നുള്ളത് നേരത്തെ അതേ റീസൺ മതി, കാരണം ഇവിടെയും ഇതിന്റെ റേഞ്ച് ആയിട്ട് വരുന്നത്
പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, സീറോ ഉൾപ്പെടെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് വരിക. അത് കോഡൊമൈൻ ഈക്വൽ അല്ല. അപ്പോൾ അത് നോട്ട് ഓൺ ടു എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ കോഡൊമൈനിലെ എലമെന്റുകൾക്ക് എല്ലാ എലമെന്റുകൾക്കും ഫ്രീ ഇമേജ് ഇല്ല. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നോട്ട് ഓൺ ടു ആണ്. അപ്പോൾ റേഞ്ച് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, കോഡൊമൈൻ ഈക്വൽ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ പ്രോബ്ലംസും കൂടി ചെയ്തപ്പോൾ 1 ഓൺ ടുവിന്റെ പ്രത്യേകതകളും എങ്ങനെയാണ് അത് നമ്മൾ ചെക്ക് ചെയ്യാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി നമ്മൾ കഴിഞ്ഞ വർഷം കുറേ റിയൽ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിയൽ ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഉണ്ട്, ഓൾജിബ്രായിക് ഫംഗ്ഷൻസ് ഉണ്ട്, എക്സ്പൊണൻഷ്യൽ, ലോഗരിതമിക് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ 1 ഓൺ ടു പ്രോപ്പർട്ടി നമുക്കൊന്ന് കൃത്യമായിട്ട് പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും